വേരിയസ് പ്രൊഫഷണൽസിന്റെ ഒരു ഡേറ്റയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇൻ ദി പൈ ചാർട്ട് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ പ്രൊഫഷണൽ, ഇതാണ് പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ പ്രൊഫഷണൽ എമംഗ് ദം ആർ ഷോൺ ഇൻ ദ ടേബിൾ ചാർട്ട്. അപ്പൊ രണ്ടിലും എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 10,500 പേരുടെ നോക്കുക, 21% ഡാൻസേഴ്സ് ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതാണ് പറഞ്ഞ വേരിയസ് പ്രൊഫഷണൽസിന്റെ ഡേറ്റ. അതുപോലെ 10,500ന്റെ 18% CA, 11% ആർട്ടിസ്റ്റ്, 15% ഡെന്റിസ്റ്റ്, 19% ലോയർ, 16% ഡിസൈനേഴ്സ്. ഇനി ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? അതിലുള്ളതിൽ തന്നെ ഫീമെയിൽ പ്രൊഫഷണൽ, ഇതിൽ മെയിലും ഫീമെയിലും കൂടെ പെടും. മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ഈ ഡേറ്റ. ഇവിടെ വരുമ്പം 10,500ന്റെ 21% ഡാൻസേഴ്സിന്റെ 20% ഫീമെയിൽ ആണ്. അപ്പൊ ബാക്കി 80% മെയിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനാണ് ടൈം എടുക്കേണ്ടത് ഒരു DIയുടെ. കാരണം ഇത് 5 ക്വസ്റ്റ്യൻ ഈ DIയെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് സ്കോർ വേണം. അപ്പൊ 5 എണ്ണവും ചെയ്യണമെങ്കിൽ ആ DI കൃത്യമായിട്ട് മനസ്സിലാവണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു റേഷ്യോ ആണ്. ഓഫ് ദി മെയിൽ CAs ആൻഡ് ഡിസൈനേഴ്സ് ടു ദ സെയിം ഫീമെയിൽ പ്രൊഫഷണൽ. അപ്പം CA പ്ലസ് ഡിസൈനേഴ്സ് എന്നുള്ളത്, അതുപോലെ CA പ്ലസ് ഡിസൈനേഴ്സിന്റെ തന്നെ ഫീമെയിലും മെയിലും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും കിട്ടിയോ? അത് ചെയ്തു നോക്കിയായിരുന്നോ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേ. എന്നോടാണോ എന്ന് ചോദിക്കരുത്. കാരണം ഇപ്പൊ ഈ നൺ ഓഫ് ദീസ് ആണോ എന്ന് ചോദിച്ചാൽ നൺ ഓഫ് ദീസ് വരാനായിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടി കാണുമല്ലോ. ആ ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ പറയാം. എനിക്ക് വേണ്ടത് ആ ആൻസർ ആണ്. ഇപ്പം ആൻസർ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിൽ ആ ഒരു അപ്രോച്ച് ശരിയാക്കുക. കാരണം ആൻസർ ഇപ്പം നമുക്ക് എത്ര ടൈം എടുത്ത് ചെയ്തായാലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എനിക്കൊരു ഡിസ്കഷനാ വേണ്ടേ. ഇത് ഈ രീതിയിലാണോ ചെയ്യുന്നത്, അങ്ങനെ ആ രീതിയിലൊന്ന് ചോദിച്ച്. ഓക്കെ, ഒരാൾ പറഞ്ഞേക്കുന്നത് 2436:1718 ആണ്. മറ്റൊരാള് 9:13 ആണ് പറഞ്ഞേക്കുന്നത്. വൺ 1,134:588 ഒക്കെയാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് വേണ്ടത് മെയിൽ CA ആൻഡ് ഡിസൈനേഴ്സ്. അപ്പം മെയിൽ CA ആൻഡ് ഡിസൈനർ ഇത് ടോട്ടൽ CA ആണ്. അതായത് നോക്കുക, 10,500ന്റെ 18% CA, 18% CA. ഇനി അതില് ഫീമെയിൽ ആയിട്ടുള്ളവർ നോക്കുക 60%. അപ്പൊ ഇതിന്റെ 40% ആയിരിക്കും മെയിൽ CA എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ CA കിട്ടി. പ്ലസ് ഇനി മെയിൽ ഡിസൈനേഴ്സ് വേണം. അത് 10,500ന്റെ ഡിസൈനർ എത്രയാ വരിക? 16% വരിക. 16%ത്തിന്റെ എത്ര ശതമാനമാണ് ഡിസൈനേഴ്സ് വരിക? 35% ഫീമെയിലാ. അപ്പൊ ബാക്കി 65% മെയിലായിരിക്കും. ഈസ് 2. ഇതേപോലെ തന്നെ മറ്റേടത്തും വരും അല്ലേ? ഇനി ഇത് ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇതിൽ നോക്കുക, നമ്മൾ രണ്ടിടത്തും ഈ 10,500 എടുത്ത് എഴുതിയ ടൈം നമുക്ക് വേസ്റ്റ്. താഴെ ഈ 100 എടുത്തിയ ടൈം നമുക്ക് വേസ്റ്റ്. അപ്പൊ ഇതൊന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തെടുത്താലും ഈ 10,500നെ ബേസ് ചെയ്തായതുകൊണ്ട് ഇങ്ങനൊന്നും എടുത്തെഴുതേണ്ട ആവശ്യമില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ എടുത്തെഴുതും? ഏത് രീതിയിൽ എടുത്തെഴുതാൻ പറ്റും? ജസ്റ്റ് എന്തെഴുതിയാൽ മതി? ആ ശതമാനത്തിൽ തന്നെ നിങ്ങൾ എടുത്തെഴുതുക. കാണിച്ചു തരാം. 18%ന്റെ 40%. ഇത് കണ്ടോ? ഇതാ ഞാൻ എഴുതിയത്. അതേപോലെ 16%ന്റെ എത്ര ശതമാനം? 65% ഈസ് ടു മറ്റേടത്ത് അതുപോലെ എഴുതുക. എന്താ ചോദിച്ചേക്കുന്നത്? മെയിൽ ഈസ് ടു ഫീമെയിൽ. അപ്പൊ ഫീമെയിലാ നമുക്ക് ഇനി എഴുതണ്ടേ? ഇതേപോലെ തന്നെ അല്ലേ?
18% 40% കഴിഞ്ഞാൽ 60% പ്ലസ് അതുപോലെ തന്നെ 16% 35%. ഇതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ. ഇവിടെയാണ് നമുക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ്, കുറച്ച് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ട്രിക്കൊക്കെ വേണ്ടത്. ഇവിടെ നോക്കുക, എല്ലായിടത്തും ശതമാനം ഉള്ളതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. കാരണം ശതമാനം എല്ലാം നമുക്ക് കട്ട് ചെയ്യാം, എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ശതമാനവും കട്ട് ചെയ്താൽ. അപ്പോൾ 18 × 40, 16 × 65 ആ രീതിയിൽ കിട്ടും. ഇവിടെ നോക്കുക, 18 × 40 ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം × 4 ചെയ്താൽ മതി. × 4 എന്നുള്ളതിൻ്റെ അർത്ഥം ഇരട്ടിയുടെ ഇരട്ടി എന്നാണ്. അപ്പൊ 18ന്റെ ഇരട്ടിയുടെ ഇരട്ടി, 18ന്റെ ഇരട്ടി 36, അതിന്റെ ഇരട്ടി 72. ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി, ഇതിന്റെ ആൻസർ ആയി. ഇനി 16 × 65, ഈ ഏതൊരു നമ്പറിനെയും 16 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 എന്നാ. അതായത് ഇരട്ടിയുടെ 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 ഇരട്ടി എടുത്താൽ മതി. അപ്പൊ 65ന്റെ ഇരട്ടി 130, 130ന്റെ ഇരട്ടി 260, 260ന്റെ ഇരട്ടി 520, 520ന്റെ ഇരട്ടി 1040. അപ്പൊ ഇത് 1040. മനസ്സിലായോ? ഇവിടെ ഒന്നും നമ്മൾ ആ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ടൈം കളയരുത്. അതുപോലെ തന്നെ ഇവിടെ 60 × 18 ചെയ്യണ്ടേ. ഈ 18നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിയാൽ 9 × 2 എന്ന് എടുക്കാം. 6 × 9 ചെയ്യാൻ നിങ്ങൾക്കറിയാം. 60 × 9 × 2, 60 × 9 ഓൾറെഡി കാണാതെ അറിയാലോ നിങ്ങൾക്ക്. 540, 540ന്റെ ഇരട്ടി 1080, ഇതിന്റെ ആയി. വീണ്ടും 16 കൊണ്ട് ഇവിടെ ഗുണിക്കാനുള്ള ഇരട്ടിയുടെ 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 ഇരട്ടി. 35ന്റെ ഇരട്ടി 70, 70ന്റെ ഇരട്ടി 140, 140ന്റെ ഇരട്ടി 280, അതിന്റെ ഇരട്ടി 560. മനസ്സിലായോ? വിത്തൗട്ട് കാൽക്കുലേഷൻ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കൂടുതൽ എടുക്കും. അപ്പൊ 1040 720, എത്ര? 1760 ഈസ് ടു 1080 560. അപ്പൊ 1560 1640 വരും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി. 0 കട്ടാക്കാം. 176ന്റെ പകുതി, 2 കൊണ്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക എന്നാ. അപ്പൊ നേരെ പകുതി എടുക്കുക. 176ന്റെ പെട്ടെന്ന് പകുതി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 160ന്റെ പകുതി എടുക്കുക, 16ന്റെ പകുതി എടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ട്രിക്സുകളുണ്ട്. അപ്പം 160ന്റെ 80, 16ന്റെ 8, അപ്പൊ ഇതിന്റെ പകുതി 88 വരും. ഇവിടെ അതുപോലെ തന്നെ 164, അപ്പൊ അത് പെട്ടെന്ന് എടുക്കുക 82. വീണ്ടും പകുതി എടുക്കാമല്ലോ, 44 41. അപ്പൊ 44:41. ഇനി അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 41:44 ഉണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് മെയിൽ സി ആൻഡ് ഡിസൈനേഴ്സ് ടു സെയിം ഫീമെയിൽ പ്രൊഫഷൻ. അപ്പൊ മെയിൽ ഈസ് ടു ഫീമെയിൽ തന്നെ വേണം. ഇതല്ലേ മെയിൽ, ഇതല്ലേ ഫീമെയിൽ. അപ്പൊ നമുക്ക് വേണ്ടത് 41:44 അല്ല, 44:41. അപ്പൊ അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് വിൽ ബി ദി ആൻസർ. ദ ആൻസർ ഈസ് 44:41. പിടികിട്ടിയോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ തന്നെ ചെയ്തു നോക്കണോ? സർ ഫീമെയിൽ പ്രൊഫഷണൽസിന്റെ നമ്പർ കണ്ടുപിടിക്കുന്ന ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഇപ്പൊ ഫീമെയിൽ പ്രൊഫഷണൽസിന്റെ നമുക്ക് വേണ്ടത് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ഫീമെയിൽ റേഷ്യോയില് അല്ല ഡേറ്റയില് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ CA-യുടെയും ഡിസൈനേഴ്സിന്റെയും ഫീമെയിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, CA 18, അപ്പൊ 18 അത് ശതമാനത്തിലായതുകൊണ്ട് ശതമാനമൊക്കെ കട്ട് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് അതൊന്നും നിങ്ങൾ എഴുതരുത്. അതാണ് ഞാൻ പറഞ്ഞത്. 18 ഇൻറ്റു CA-യുടെ ഫീമെയിലാണ് നമുക്ക് വേണ്ടത്. CA-യുടെ മെയിൽ ഇവിടെ ഉണ്ട്, അപ്പൊ 40. മനസ്സിലായോ? 18:40. ഇനി അതുപോലെ തന്നെ മറ്റേത് ഏതാ? ഡിസൈനേഴ്സ് 16 ഇൻറ്റു എത്ര വരും ഡിസൈനേഴ്സിന്റെ? 35%. 35%. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അല്ല ഫീമെയിൽ അല്ലേ വേണ്ടേ? അപ്പൊ 40 അല്ല 60 അല്ലേ ഇവിടെ വരുന്നത്? സോറി, ഫീമെയിൽ ആവുമ്പോ 60, മെയിൽ ആവുമ്പോ 40. മെയിൽ ആവുമ്പോ പറഞ്ഞോ. സാർ ഇവിടെ മെയിൽ CAs ആൻഡ് ഡിസൈനേഴ്സ് എന്നല്ലേ? അപ്പം
മെയിൽ CA-യുടെയും പിന്നെ ഡിസൈനേഴ്സിന്റെ ഒന്നല്ലേ, അല്ലാതെ മെയിൽ ഡിസൈനേഴ്സ് ഒന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ മെയിൽ CA ആൻഡ് ഡിസൈനേഴ്സ് ടു ദി സെയിം ഫീമെയിൽ പ്രൊഫഷണൽ. മനസ്സിലായോ? സെയിം ഫീമെയിൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇത് സെയിം മെയിൽ പ്രൊഫഷണൽസ് ആയിരിക്കും, എന്നാലേ നമുക്ക് റേഷ്യോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ എഴുതാവൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത്രയും കാര്യങ്ങൾ എഴുതിയെങ്കിലും ചെയ്യുമ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. എന്നിട്ട് ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ 60 540, അപ്പൊ 1080 വരും, ഇവിടെ 560 വരും. ഇങ്ങനെ എഴുതിയേ ചെയ്യാവൂ. മനസ്സിലായോ? 720 വരും, ഇവിടെ വരുമ്പോൾ എത്ര വരുന്നത്? 1040 വരും. മനസ്സിലായോ? പെട്ടെന്ന് ആഡ് ചെയ്യുക, റേഷ്യോ എടുക്കുക, 44:41 എന്ന് കിട്ടും. ഗോട്ട് ഇറ്റ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? പോവാം സാർ, പോവാം. സെയിം കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിടത്ത് ഇവിടെ ഇനിയും എക്സ്ട്രാ മനസ്സിലാക്കാനൊന്നുമില്ല. സെയിം കാര്യം. അതിനെ പറഞ്ഞാൽ ഇതിന് നിങ്ങൾ ടൈം എടുത്തു, ഇതിന് നിങ്ങൾ ടൈം എടുക്കരുത്. ഫീമെയിൽ ഡാൻസേഴ്സ് ആർ വാട്ട് % ഓഫ് ഫീമെയിൽ ഡെന്റിസ്റ്റ് ഇൻ ദ ടൗൺ? അപ്പൊ ഇവിടെയും നോർമലി നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, അതിന് ശേഷം എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഫീമെയിൽ ഡാൻസർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 10,500 ഇൻറ്റു ഡാൻസർ 21%. അപ്പൊ ആ 21%ത്തിന്റെ ഫീമെയില്, ഡാൻസറിന്റെ ഫീമെയിൽ 20%. 20% ഈസ് വാട്ട് % ഓഫ്. ഈ വാട്ട് % ഓഫിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം ഡിനോമിനേറ്ററിൽ ഇടണോ എന്നുള്ളത് ഒരു കോമൺ നോളജ്. അത് വാട്ട് % ഓഫ് എന്തിന്റെ വാട്ട് % ആണെന്ന് ചോദിക്കുമ്പോൾ അത് ഡിനോമിനേറ്ററിൽ ഇടണം. ഫീമെയിൽ ഡെന്റിസ്റ്റ് ഇൻ ദ ടൗൺ. അപ്പൊ ഇതേപോലെ തന്നെ 10,500 ഇൻറ്റു ഡെന്റിസ്റ്റ് നോക്കുക, 15%. 15%ത്തിന്റെ ഫീമെയിൽ ഡെന്റിസ്റ്റാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫീമെയിൽ ഡെന്റിസ്റ്റിന്റെ 80% ഫീമെയിലാ. ഇങ്ങനെയല്ലേ എഴുതുക? ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോക്കിക്കേ, ഇത് കോമണാ, ഇത് കോമണാ, ഇതും കോമണാ. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊന്നും എഴുതണ്ട, ഏതെഴുതിയാ മതി? ഈ 21, ഈ 21, ഈ 20, ഈ 15, ഈ 80, ഇത്ര എഴുതിയാൽ മതി. അപ്പൊ തന്നെ 20 40 കൂടെ കട്ട് ചെയ്യാം, 4. 15 21 കൂടെ കട്ട് ചെയ്യാം, 5 7. അപ്പൊ 7/20 എന്ന് കിട്ടും. പെർസെൻറ്റേജ് ആക്കണേ എന്തോ ചെയ്താൽ മതി? 7 × 5 എത്ര കിട്ടും? 35 എന്ന് കിട്ടും. മനസ്സിലായോ? 35 കമന്റ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് എടുക്കുന്നത് ഒന്നുകൂടി പറഞ്ഞു തരാമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലോ. നാല് 58 ചോദിച്ചതാണോ? ഓക്കെ ഓക്കെ. അപ്പൊ 35 കിട്ടിയല്ലോ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. റമിഷ, നിക്, സ്മേര, റീതിക. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പം എഴുതുമ്പോൾ മനസ്സിലായല്ലോ, എന്തേ എഴുതാവൂ? നമുക്ക് വേണ്ട ഡേറ്റാസ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? ബാക്കിയൊക്കെ എക്സ്ട്രാ ടൈം നമുക്ക് നഷ്ടമാവുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു മിണ്ടുന്നില്ല, എന്റെ നെറ്റ് പോയതാണോ? സാറാ ഡിനോമിനേറ്റർ അത് എഴുതിയത്, ഡിനോമിനേറ്റർ എഴുതിയത് ഒന്നുകൂടെ പറയൂ സാറേ. ഡിനോമിനേറ്റർ അത് ചോദിക്കണം കേട്ടോ, കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യനെ പഠിച്ചുള്ളെങ്കിലും അതിന്റെ കംപ്ലീറ്റ് കാര്യം മനസ്സിലാക്കി പോകുന്ന എപ്പോഴും നല്ലത്. ഡിനോമിനേറ്ററിൽ എഴുതാൻ ഇപ്പൊ വേണ്ട, എ ഈസ് വാട്ട് % ഓഫ് ബി എന്ന് പറയുമ്പം ഈ വാട്ട് % ഓഫ് നോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഡിനോമിനേറ്റർ ഇടുക എന്നുള്ളത് കോമൺ നോളജ് എടുക്കണം. മനസ്സിലായോ? എപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. വാട്ട് % ഓഫ് വാട്ട്, അപ്പൊ അത് ഡിനോമിനേറ്ററിൽ പോട്ടെ, മറ്റേത് ന്യൂമറേറ്റർ ഇട്ടാൽ മതി. ഇതാണ് റൂള്. പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ എക്ക് പകരം ഫീമെയിൽ ഡാൻസർ. അപ്പൊ ഡാൻസർ 21%. 21 ഇൻറ്റു ഫീമെയിൽ ഡാൻസർ 20%. ഇതെന്താ എഴുതിയേ? ബാക്കിയെല്ലാം കോമൺ ആയതുകൊണ്ടാ. അത് മനസ്സിലായിരുന്നോ? മനസ്സിലായി സാർ, അത് ക്യാൻസൽ ആയി പോകും. മനസ്സിലായി. അതെ. അപ്പൊ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി ഫീമെയിൽ ഡെന്റിസ്റ്റ് ഇതേപോലെ തന്നെ
15 ഇൻറ്റു 80 മനസ്സിലായോ? അപ്പൊ 20 18 കൂടെ കട്ടാവും 4, ഇത് കട്ടാവും 5ഉം 7ഉം, കാരണം 3 കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 3 ഇൻറ്റു 5 3 ഇൻറ്റു 7, അപ്പൊ ടോട്ടൽ 7/20 എന്ന് വരും. നമുക്ക് ഇവിടെ പെർസെൻറ്റേജിലാണ് വേണ്ടത്, അതുകൊണ്ട് ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 ഇൻറ്റു 5 എന്ന് വരും, 7 ഇൻറ്റു 5 35 എന്ന് വരും. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ സെയിം DI ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊഫഷണൽസ് ഇൻ ദ ടൗൺ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഒരു ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഇത് കണ്ടുപിടിക്കാനായിരിക്കും. കാരണം ടോട്ടൽ മെയിൽ കണ്ടുപിടിക്കണം, ടോട്ടൽ ഫീമെയിൽ കണ്ടുപിടിക്കണം, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്തായാലും ഇതൊരു ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? സ്കിപ്പ് ചെയ്യുക. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഇത് ഞാൻ കോമൺ നോളജ് ഇടയ്ക്ക് പറയുന്ന ടിപ്പൊന്ന് ഓർത്ത് വെച്ചോണേ. നമ്മളൊരു DI ചെയ്യുമ്പം 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് അങ്ങനെ വരത്തുള്ളൂ. അത് ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആദ്യത്തേത് തൊട്ട് ചെയ്തു പോകണമെന്ന് ബാങ്ക് ഒരു കാരണവശാലും പറയുന്നില്ല. നമുക്ക് ആ ബാക്കി നാളെ ചെയ്താലും മതി, അതായിരിക്കണം മെന്റാലിറ്റി. അപ്പൊ ഈ ടൈം കൺസ്യൂമിങ് അവസാനത്തേക്ക് വെക്കുക. കാരണം 5-ൽ ഇപ്പൊ നമ്മൾ 2 എണ്ണമേ ചെയ്തുള്ളൂ, മൂന്നാമത്തെ ടഫാ. അപ്പൊ 4ഉം 5ഉം എളുപ്പമാണെങ്കിൽ നമ്മൾ 5-ൽ 4ഉം ചെയ്തു. സോ കോൺഫിഡൻസ് നമ്മുടെ വല്ലാണ്ട് മുന്നോട്ട് കയറി പോകും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പൊ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാം. അതോ ഞാൻ ചെയ്ത് കാണിക്കണോ? ഒരു പരീക്ഷയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണോ, അതോ അല്ലാണ്ട് ചെയ്ത് സൊല്യൂഷൻ ചെയ്ത് പോകാമെന്നോ? കാണിക്കുവായിരുന്ന വലിയ ഉപകാരമായിരുന്നു. ടച്ച് നിന്നാണ്. അല്ല, ടച്ചിൽ തന്നെ നിൽക്കും. ഇത് ഞാൻ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞ് ഇത് ചെയ്യാം, അതാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ചെയ്യാതെ പോകത്തില്ല. ഓക്കെ, എല്ലാവരും ചെയ്യാം എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു പോകാം എന്തായാലും. അപ്പം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങളിത് പരീക്ഷയ്ക്ക് വന്നാൽ ടൈം കൺസ്യൂമിങ് സാധനങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അവസാനത്തേക്ക് വെക്കുക. ഓക്കെ, ഇതിനകത്ത് നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് മെയിലും ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിലുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറയാം. 10500 ഇൻറ്റു ഈ ഡാൻസേഴ്സിൽ നിന്ന് തുടങ്ങാം. 21% ഇത് ടോട്ടൽ നമ്പർ ഓഫ് മെയിലാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഫീമെയിലും എടുക്കാം. 21% 20% ഫീമെയിലാ, അപ്പൊ 80% മെയിൽ. ഇതേപോലെ തന്നെ 10500 21% 20% ഫീമെയിൽ. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാം കണ്ടുപിടിക്കണം, ശരിയല്ലേ? നോർമൽ രീതിയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. ഒരെണ്ണം കൂടെ എഴുതിയിട്ട് ഞാൻ ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. കാരണം എനിക്ക് ആ ഡിഫറൻസ് കാണിക്കണമെങ്കിൽ ഒരെണ്ണം കൂടെ എടുക്കണം. CIയും കൂടെ എടുക്കാം. 10500 18% ഇവിടെ അപ്പൊ അത് തന്നെ എഴുതാം. 10500 18% 60% ഫീമെയിലാ. അപ്പൊ ബാക്കി 40% മെയില്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യും, എന്നിട്ട് ഫൈനൽ വരുന്നതിന്റെ ഡിഫറൻസ് എടുക്കും, ശരിയല്ലേ? ഇതല്ലേ ചെയ്യുന്നേ? അപ്പൊ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? ഇവിടെയും കോമൺ ആയിട്ട് ചില സംഗതികളുണ്ട്. ഏതാ? ഇതെല്ലാം കോമൺ ആ എല്ലാത്തിലും, ശരിയല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ മതി? 10500 ഈ ഡേറ്റ ആദ്യം കണ്ടുപിടിക്കണം. 10500 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കണം. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പിടികിട്ടിയോ? മനസ്സിലായി സർ. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഈ 2 ഡിജിറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കോ. സാറേ, നമുക്ക് ഫീമെയിലിന്റെ മാത്രം കണ്ടുപിടിച്ചിട്ട് ടോട്ടലിൽ നിന്ന് കുറയ്ക്കുമ്പോൾ മെയിൽ കിട്ടത്തില്ലേ? അങ്ങനെ ചെയ്താൽ അങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷെ അന്നേരം നമ്മൾ ഈ നമ്പർ കണ്ടുപിടിക്കണ്ടായിരുന്നു.
അതെ സാർ, അതെ അതെ, അന്നേരവും മൾട്ടിപ്ലൈ 21 ആണ്. ശതമാനത്തിന്റെ 20%, 18 ശതമാനത്തിന്റെ 60, അത്രയും കണ്ടുപിടിക്കണ്ടേ? 10,500 ഡിവൈഡഡ് ബൈ 10,000 കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. കുറച്ച് പ്രോസസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണ്ട. അതിനുള്ള എളുപ്പവഴിയാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത്. ആഡ് ചെയ്യാതെ ഇവിടെ നോക്കുക, ഫീമെയിലിന്റെ പെർസെൻറ്റേജ് കൂടുതലുള്ളിടത്ത് മൈനസ് ചെയ്യണം. മനസ്സിലായോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ മൈനസ് ഫീമെയിൽ അല്ലേ ചെയ്യുന്നേ? ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിൽ മൈനസ് ഫീമെയിൽ അല്ലേ ചെയ്യുന്നേ? ഇപ്പൊ മെയിൽ 80% ഫീമെയിൽ 20% ആണെങ്കിൽ ഡിഫറൻസ് 60%. അതേസമയം രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ, മെയിൽ 40% ഫീമെയിൽ 60%. അപ്പൊ -20%. മനസ്സിലായോ ഡിഫറൻസ്? ഫീമെയിൽ കൂടുതലാ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കേസിൽ, ഞാൻ ഈ പറയുന്ന കേസിൽ ഫീമെയിൽ കൂടുതലുള്ളിടത്ത് മൈനസ് ഇട്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കുക നിങ്ങൾ, ഇപ്പൊ ഞാൻ ഈ 21 × 80 ചെയ്തു, 21 × 20 ചെയ്തു. ഇത് രണ്ടും കൂടെ ചെയ്യണ്ട, 21 × 60 അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ നിന്ന് ആ ഡിഫറൻസ് കിട്ടണം. 20ഉം ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ 20ഉം 80ഉം കൂടെ ഡിഫറൻസ് എടുത്ത് 60 നിങ്ങൾക്ക് കിട്ടണം. മനസ്സിലായോ? അപ്പൊ 21 × 60 ഇതായിരിക്കും നിങ്ങൾ എഴുതുന്ന ഫസ്റ്റ് ഡേറ്റ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് ഡേറ്റ ഇതാ, 21 × 60. ഈ ഡേറ്റ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നിലോട്ടും പോകാവൂ. അപ്പൊ അടുത്ത വരുന്ന നോക്കിക്കേ, ഇവിടെ ഫീമെയിൽ മൈനസ്, അതായത് നെറ്റ് മൈനസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് CAയുടെ 18. 18 × അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ 60ഉം 40ഉം ഡിഫറൻസ് 20. അതിവിടെ മൈനസ് ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഇത് മനസ്സിലായോ? 21 × 60. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നത്. സാർ, നമ്മൾ മെയിലിൽ നിന്ന് ഫീമെയിലിൽ കുറയ്ക്കുന്നോണ്ടല്ലേ നമ്മൾ ഈ ഫീമെയിൽ കൂടുതലുള്ള കേസ് വരുമ്പോൾ നെഗറ്റീവ് വരുന്നത്? അതെ അതെ അതെ, ഫീമെയിൽ കൂടുതലുള്ളിടത്ത് നെഗറ്റീവ്. അതൊരു നമ്മൾ പറഞ്ഞാൽ ഒറിജിനലി നമ്മൾ അങ്ങനെ ചെയ്യുമല്ല, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫീമെയിൽ കൂടുതലുള്ളിടത്ത് നെറ്റ് മൈനസ് എടുക്കുമ്പം ആഡ് ചെയ്യുന്നതിന് വരെ ഇവിടെ മൈനസ് ചെയ്യുമല്ലേ ചെയ്യണ്ടേ? അതെ അതെ അതെ. എല്ലായിടത്തും മെയിൽ മൈനസ് ഫീമെയിലാ ചെയ്യുന്നതെങ്കിൽ മെയിൽ മൈനസ് ഫീമെയില് നെഗറ്റീവ് വരുമ്പം അത് ഓട്ടോമാറ്റിക്കലി മൈനസ് ആയി പോത്തില്ലേ? ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് 10,500 ഡിവൈഡഡ് ബൈ 100 × 100 അങ്ങ് കൺസിഡർ ചെയ്യുക. ഇനി ഇത് മാത്രം ചെയ്യുക. അതാ ഡാൻസേഴ്സിന്റെ 21% ഇൻറ്റു ഇത് കാണുമ്പം 80ഉം 20ഉം അല്ലേ? അപ്പൊ ഡിഫറൻസ് 60. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് എഴുതി പോന്നെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 60. ഇനി അടുത്തടുത്ത് നോക്കുക, അടുത്തടുത്ത് വരുമ്പോൾ 18 CA. 18 ഇവിടെ വരുമ്പോൾ നോക്കിയാൽ 60 ഫീമെയിലാ, 40 ഉള്ളു മെയിൽ. അപ്പൊ ഇവിടെ -20. അപ്പൊ അതിവിടം കൊടുത്താൽ മതി. മനസ്സിലായോ? പിടികിട്ടിയോ പറഞ്ഞേ? ഇവിടെ ഇടുന്ന മൈനസ് ഇവിടെ ആവുന്നതാ. മനസ്സിലായോ? 18 × -20. അപ്പൊ അതിവിടെ വരില്ലേ നെറ്റ്? സ്റ്റിൽ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്തു പോവാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ അടുത്തത് നോക്കുമ്പം 14 60. അപ്പൊ എന്തായാലും പ്ലസ് വരത്തുള്ളൂ. മനസ്സിലായോ? കാരണം 40 ഫീമെയിൽ, സോ ഞാൻ തിരിച്ചെഴുതി അല്ലെ, 16 40. അപ്പൊ 40 ഫീമെയിലാ. അപ്പൊ ഇവിടെ പ്ലസ് വരുള്ളൂ. അപ്പൊ എന്താ 11 × 20. അടുത്തത് 80 ഫീമെയിൽ. അപ്പൊ ഫീമെയിലാ കൂടുതൽ. അപ്പൊ ഇവിടെ വീണ്ടും എന്ത് വരും? മൈനസ് വരും. ദന്തിസ്റ്റല്ലേ എടുക്കണ്ടേ? 15 × എത്ര? 60. അടുത്ത എന്ത് വരും? പ്ലസ് വരും. കാരണം 40 ഉള്ളൂ ഫീമെയില്, 60 മെയില്. അപ്പൊ എത്ര? 19 × 20. അടുത്തതും പ്ലസ് ആ വരുന്നത്, കാരണം 65ഉം 35ഉം. അപ്പൊ അതായത് 16 × 30. ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ. ഇപ്പൊ പിടികിട്ടിയോ ഞാൻ പറഞ്ഞ കാര്യം? മനസ്സിലായി സാർ. ഇനിയും ഇതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാതെ കണ്ടുപിടിക്കുന്നിടത്താണ് ടൈം ലാഭിക്കുന്നത്. 21 × 60 ചെയ്യണമെങ്കിൽ 20 × 60 ചെയ്യുക, 1 × 60 ചെയ്യുക. 20 × 60 അറിയാമല്ലോ,
ഇവിടെ നമുക്ക് വേറൊരു പണി ചെയ്യാം. എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ ഇത് കൊടുത്തില്ലയോ, ഇത് കൺസിഡർ ചെയ്തതിൽ ഈ ഒരു സീറോ ഇവിടെയുള്ള കോമൺ സീറോ കളയാൻ വേണമെങ്കിൽ, എല്ലായിടത്തും സീറോ ഉള്ളതുകൊണ്ട് കോമൺ സീറോ കളയാം. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. ഡിവൈഡ് ബൈ 10. ഡിവൈഡഡ് ബൈ 10, അത് തന്നെ. അപ്പം ഇവിടുത്തെ ഒരു സീറോ നമുക്ക് കളയാൻ പറ്റും അതിനനുസരിച്ച്. ഇനിയും 21 × 6 ചെയ്താൽ മതി. 126. ഡിസൈനേഴ്സ് എങ്ങനെ കിട്ടിയ 16 × 30? ഏതാ ഡിസൈനേഴ്സ് 16 × 30 കിട്ടിയത്? 16% അല്ലേ? അതാണ് 16. 30 എങ്ങനെയാണ്? 65 മെയിലും 65% മെയിലും 35% ഫീമെയിലും അല്ലേ? അതെ. അതിന്റെ ഡിഫറൻസ് 30 അല്ലേ? ഓക്കെ. നമ്മൾ എല്ലായിടത്തും ഡിഫറൻസ് അല്ലേ എടുത്തത്? 80-ന്റെയും 20-ന്റെയും ഡിഫറൻസ് 60, 60-ന്റെയും 40-ന്റെയും ഡിഫറൻസ് 20, 60-ന്റെയും 40-ന്റെയും ഡിഫറൻസ് 20, 20-ന്റെയും 80-ന്റെയും ഡിഫറൻസ് -60. ഇവിടെ 20. അപ്പൊ ഇവിടെ 30 അല്ലേ എടുക്കണ്ടേ? അതെ സാർ, അതെ. എന്റെ മിസ്റ്റേക്ക്. 18 × 2 36. ഇനി അടുത്തത് 11 × 2, അത് പ്ലസ് ആ, അപ്പൊ 22. ഇനി മൈനസ് ആ, 90. ഇനി പ്ലസ് ആ, 38. ഇനിയും പ്ലസ് ആ, 48. ഇങ്ങനെയല്ലേ വരിക? ഇനി നോക്കിയേ, 126 ന്ന് 36 പോയാൽ എത്ര വരും? 90 അല്ലേ? അപ്പൊ ഇത് നമുക്ക് 90 കിട്ടും. ആ 90ഉം ഈ -90 കൂടെ കളയാം. അപ്പം പിന്നെ ഇത് മാത്രം ചെയ്താൽ മതി. 48, 38, 22 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് ആഡ് ചെയ്യാനുള്ള വഴി എളുപ്പം അറിയാം. 40, 30, 20 കൂടെ അങ്ങ് ആഡ് ചെയ്യണം. ബാക്കി ചില്ല നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി. 40, 30, 70, 70, 20, 90. പിന്നെ എത്ര ഉണ്ട്? 18 അല്ലേ ഉള്ളേ? 8, 8, 16, 18. അപ്പൊ 108 എന്ന് വരും ഈ ഫൈനൽ വാല്യൂ. ശരിയല്ലേ? അത് ഇതിനോടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 2 സീറോയുടെ വീണ്ടും കളയാം. അപ്പൊ ഈ സീറോയുടെ കളഞ്ഞാൽ 10.5 എന്നാവും. ഇൻറ്റു 108 എന്ന് വരും. ഇത് മനസ്സിലായോ? ഇത് ഈ സ്റ്റെപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സാർ 10.5 അല്ലല്ലോ വരുന്നത്, 1.05 അല്ലേ? അതെങ്ങനെ വരും? നമ്മൾ ഈ സീറോ ഓൾറെഡി കളഞ്ഞില്ലേ? ഈ സീറോ, ഇവിടുത്തെ സീറോ, കോമൺ സീറോ കളഞ്ഞില്ലേ? ആ ഓക്കെ സാർ, ഓക്കെ. അപ്പൊ 10.5. ഇനി നോക്കിക്കേ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് അറിയാമോ ആർക്കെങ്കിലും? ഇങ്ങനെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് 100ന് മുകളിലോട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 5ഉം 8ഉം കൂടെ ആദ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് 40 എഴുതണം. 5 × 8 ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത 5 + 8 ചെയ്യണം. എത്ര വരും? 13 വരും. അത് 100ന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു സീറോ കളയാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഫൈനൽ ആൻസർ 1134 എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് 100 ബേസ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഇപ്പൊ ഇതിന് പകരം ഏത് നമ്പർ നമുക്ക് അതുപോലെ ചെയ്യാം. ഒരെണ്ണം ഇപ്പൊ 103 × 107 ചെയ്യണം. അപ്പോഴും നമുക്ക് 3 × 7ഉം 3 + 7ഉം ചെയ്താൽ മതി ഇതുള്ള ഈ നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ 3 × 7 21, 3 + 7 10 ആ വരുന്നത്. അത് 100ന്റെ കൂടെ ആഡ് ചെയ്യണം. ഇതൊരു മെത്തേഡാ. അപ്പൊ അതേ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. നമ്മളിവിടെ എഴുതി ഒന്നും എങ്ങും മൾട്ടിപ്ലൈ ചെയ്തില്ല. അതാണ് ഇവിടുത്തെ ടൈമിൽ നമ്മൾ എടുക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? മൾട്ടിപ്ലിക്കേഷൻ ഏതാ? 1500 ഡിവൈഡ് ചെയ്ത് 1500നെ അതെങ്ങനെ 100 × 100 അല്ലേ? അതെങ്ങനെ ഡിവൈഡ് ചെയ്ത്? 100 × 100നെയോ? എങ്ങനെ മനസ്സിലായില്ല? ഇല്ല, അത് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. 1500നെ സാർ ഡിവൈഡ് ബൈ 100 × 100 വന്നില്ലേ, അതിനെ 10.5 ആക്കിയത് എങ്ങനെ മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ എടുത്തത് കോമൺ ഫാക്ടർ അല്ലേ? അതെ. ഇപ്പൊ 4 × 3 + 4 × 7 + 4 × 5 ഇങ്ങനെ വരുമ്പം ഈ 4 നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ട് 3 + 7 + 5 എന്ന് ഇങ്ങനെ എഴുതാറില്ലേ? ഇത് അറിയത്തില്ലേ? അറിയാം.
ഇതേപോലെ തന്നെ ഇത് കോമൺ ഫാക്ടറാ. കോമൺ ഫാക്ടർ കഴിഞ്ഞുള്ള സാധനമാണ് ദേ ഇത്. മനസ്സിലായോ? Okay. ഇൻറ്റു ഇത് വരണം, ഇത് ആഡ് ചെയ്യുന്ന നമ്പർ വരണം. അപ്പൊ ഇതിലെല്ലാത്തിലും ഓരോ സീറോ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആ 10 നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് അങ്ങ് എടുക്കാമെന്നാ പറഞ്ഞത്. പിന്നെ 21 into 6 അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സീറോയും ഈ ഒരു സീറോയുടെ ആദ്യം ഞാൻ കട്ട് ചെയ്തു. പിന്നെ 3 സീറോ ആണുള്ളത്. അത് ഈ 2 സീറോ ഇവിടെ പോയിട്ട് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറും. ഇത് 10.5 ആവും. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ 10 എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ആ 10 എടുത്തത് ഞാൻ ഇവിടെ എല്ലാത്തിലും കോമൺ സീറോ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഈ സീറോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 10 എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ദാ ഇത് നോക്കിക്കോ, സെയിം ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയോ. ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ഡാൻസേഴ്സ്, പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കണം, ഫീമെയിൽ ഡാൻസേഴ്സ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 50%, ഇൻക്രീസ്ഡ് ആണ്. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദന്തിസ്റ്റ്, ദന്തിസ്റ്റ് എന്ന് പറയുമ്പം ഫീമെയിൽ തന്നെ ആയിരിക്കും കേട്ടോ, കാരണം അവരത് ഉദ്ദേശിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം അല്ലാണ്ട് ഉദ്ദേശിക്കില്ല. ദന്തിസ്റ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 10%. വാട്ട് ഈസ് ദ കറന്റ് റേഷ്യോ ബിറ്റ്വീൻ ഫീമെയിൽ ഡാൻസേഴ്സ് ടു ദി മെയിൽ ദന്തിസ്റ്റ്? ഇതാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യും? ഇത് ടൈം കൺസ്യൂമിംഗ് ആണോ? കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയണേ. കിട്ടിയ ആൻസർ ആർക്കെങ്കിലും? കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയാം. ഇത് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കറക്റ്റായിട്ട് അങ്ങ് ചെയ്തു പോകരുത്. ഇവിടെ ഓക്കെ മനസ്സിലായി. 10,500ന്റെ ഡാൻസേഴ്സ് 21%, 10,500ന്റെ 21%, ഫീമെയിൽ ഡാൻസേഴ്സ് 20%, ഇത് 50% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായി. അപ്പൊ ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഡേറ്റ ഒന്നും വേണ്ട. കാരണം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡാൻസേഴ്സ് എന്തിൻ്റെയോ 20%. ഓക്കെ ആണോ? ഞാൻ പറയുന്ന കേസ് കൃത്യമായിട്ട് ആലോചിച്ചോണം. എന്തിൻ്റെയോ എന്ന് പറഞ്ഞാൽ ദേ ഇതാണ്. ഇത് നമുക്ക് അറ്റ് പ്രസന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിൻ്റെയോ 20% ഫീമെയിൽ ഡാൻസേഴ്സ്. ഓക്കെ ആണോ പറഞ്ഞേ? ആ 20% 50% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്തിൻ്റെയോ 20% 50% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ 20%ന്റെ 50% എത്ര? 10% അല്ലേ? 20%ന്റെ 10%, 50% ഞാൻ ചോദിച്ചേ. 10%. അപ്പം 20%ന്റെ കൂടെ അതിന്റെ 50% കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഈ 20 എന്നുള്ളത് എത്ര ആവും? 38. അതേപോലെ തന്നെ ഫീമെയിൽ ദന്തിസ്റ്റ് എത്ര ആവും എന്നൊന്ന് പറയാവോ? 80 എത്ര ആവും എന്നൊന്ന് പറയാവോ? 72. എക്സാക്ട്ലി 72. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ കറന്റ് റേഷ്യോ ബിറ്റ്വീൻ ഫീമെയിൽ ഡാൻസേഴ്സ് ടു ദി മെയിൽ ദന്തിസ്റ്റ്?
അപ്പൊ ഇനി ഫീമെയിൽ ഡാൻസേഴ്സ് എത്ര? എന്തിന്റെയാ? 21% 20% അല്ലേ? അല്ല 30% അല്ലേ കറന്റ്? അതെ സർ. അതേപോലെ തന്നെ ദന്തിസ്റ്റിന്റെ എത്ര? 15 അല്ലേ? 15% 72 ആര്? ഫീമെയില്. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? മെയിലാ. അപ്പൊ 72 കഴിഞ്ഞാൽ എത്ര ഉണ്ട് ബാക്കി? 28. എക്സാക്ട്ലി 28. ഇതിന്റെ റേഷ്യോ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കുക 15 20. അപ്പൊ 7 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 7 കൊണ്ട് 21 കട്ട് ചെയ്താൽ 3 വരും. 7 കൊണ്ട് 28 കട്ട് ചെയ്താൽ 4 വരും. ശരിയല്ലേ? ഇനി എന്താ ഇവിടെ ഡയറക്റ്റ് കട്ട് ചെയ്യാം. 15 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 1 ഇവിടെ 2 വരും. അതായത് 6:4 അല്ലെങ്കിൽ 3:2 എന്ന് വരും. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു ഫീമെയിൽ ഡാൻസേഴ്സ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 50% ആൻഡ് ദ പെർസെന്റേജ് ഓഫ് ഡെന്റിസ്റ്റ് എന്ന് മാത്രം സാർ പറഞ്ഞില്ലേ ഫീമെയിൽ ആയിട്ട് നോട്ട് ചെയ്യണമെന്ന്? ഫീമെയിൽ ആയിട്ട് തന്നെ നോട്ട് ചെയ്യണം. പക്ഷേ ആ അവസാനം കൊണ്ടുവന്നിരിക്കുന്നതിന്റെ അകത്ത് റേഷ്യോ കാണാൻ പറഞ്ഞിരിക്കുന്നത് മെയിൽ ഡെന്റിസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇത് രണ്ട് അത് അപ്പൊ മെയിൽ ഡെന്റിസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കെടുക്കാൻ പറ്റത്തില്ല. അത് മെയിൽ ദന്തിസ്റ്റ് ആയിട്ട് കണക്കാക്കണേ ഇവരവിടെ പ്രത്യേകം പറയും മെയിൽ ദന്തിസ്റ്റ് എന്ന്. ഇവിടെ ഈ ഫീമെയിൽ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. മനസ്സിലായോ? The percentage of female dancers is further increased and dentist is decreased. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യൂ, അല്ലാണ്ടൊന്ന് എടുത്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യനിൽ ഇത് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ദന്തിസ്റ്റ് ആയിട്ടോ മെയിൽ ദന്തിസ്റ്റ് ആയിട്ടോ ഒന്ന് എടുത്ത് നോക്കിക്കോ. കാരണം ഫൈനൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫീമെയിൽ ഡാൻസേഴ്സ് ഈസ് ടു മെയിൽ ദന്തിസ്റ്റ്. അപ്പൊ എന്തായാലും ഫീമെയിലിൽ ചേഞ്ച് വരുന്നുണ്ട് അവിടെ രണ്ടിടത്തും. അതുകൊണ്ടാണ് കറന്റ് റേഷ്യോ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? സർ ഒന്നും കൂടി പറഞ്ഞുതരോ? ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ എടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പെർസെന്റേജ് ഓഫ് ഫീമെയിൽ ഡാൻസേഴ്സ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പൊ നമ്മൾ ബാക്കി ഒന്നും കൺസിഡർ ചെയ്യാതെ ഫീമെയിൽ ഡാൻസേഴ്സ് എന്തിന്റെയോ 20%. അപ്പൊ ഇതിന്റെ 50%-ആയ 10%. കാരണം 20ന്റെ 50% 10 അല്ലേ? അതുകൊണ്ട് 20%-ന്റെ 50% 10%-ആയിട്ട് എടുത്തോണ്ട് 30%. ഈ ടേബിളിലെ 20 വാല്യൂ 30 ആയി. അതാണ് ഇവരിവിടെ പറഞ്ഞേക്കുന്നത്. And the percentage of dentist is decreased by 10%. അപ്പൊ dentist 80% മൈനസ് 10%. അപ്പൊ 80ന്റെ 10% 8. അപ്പൊ 80ൽ നിന്ന് 8 പോയാൽ 72% കറന്റ്. ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ കറന്റ് റേഷ്യോ ബിറ്റ്വീൻ ഫീമെയിൽ ഡാൻസേഴ്സ്. അപ്പൊ ഫീമെയിൽ ഡാൻസേഴ്സ് 30% എന്തിന്റെ? 21%. ഈസ് ടു മെയിൽ ദന്തിസ്റ്റ്. ഫീമെയിൽ ദന്തിസ്റ്റ് 72%. അപ്പൊ ബാക്കി 28 മെയില്. എത്രന്റെ? 15%. ഇനി ഇത് രണ്ടിടത്തും എന്തുണ്ട്? 10,500 കോമൺ ആയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. മനസ്സിലായോ? ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് കട്ടായി നമ്മൾ വിശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? 10,500ന്റെ 21%-ന്റെ 30%, 10,500ന്റെ 15%-ന്റെ 28%. അതിൽ ഈ ഡിവൈഡഡ് ബൈ 100 ഇതും എല്ലാം നമ്മൾ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുക. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ചെയ്തില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ 15-ഉം 30 ആയിട്ട് കട്ട് ചെയ്യാൻ 2 വരും. ഇവിടെ 7 കൊണ്ട് കട്ട് ചെയ്താൽ 3 വരും. ഇവിടെ 4 വരും. ഇനി 2-ഉം 4-ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഫൈനൽ റേഷ്യോ 3:2 വരും. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു DIA ബേസ് ചെയ്ത്. The total number of lawyers in the town is approximately what percentage of the total number of dancers? അപ്പൊ ഇവിടെ what percentage of ഉണ്ട്. അത് എവിടെ ഇടണമെന്നാ പറഞ്ഞേ? what percentage of നോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം ഡിനോമിനേറ്ററിൽ പോകണം. ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഡാൻസേഴ്സ് എത്ര? 10,500ന്റെ 21% അല്ലേ?
21%. ഇനി അതില് ലോയേഴ്സ് എത്ര ശതമാനം എന്നാ കണ്ടുപിടിക്കണ്ടേ? ലോയർ എത്ര? 19 ആണ്. അപ്പൊ നോക്കിയേ, 21-ൽ 19 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ശതമാനം വരും? ഇപ്പൊ 21-ന്റെ 10% എത്ര? 2.1 അല്ലേ? ആണോ? അപ്പൊ 21-ന്ന് 2.1 പോയാൽ എത്ര വരും? 18.9 വരത്തില്ലേ? അപ്പൊ 21-ൽ 18.9 ആണെങ്കിൽ 90%. ശരിയാണോ? അതിൽ നിന്നൊരു സ്ലൈഡ് ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എത്ര തന്നെ ആയിരിക്കും? 90%. അത് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്ന് നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഇത് നമുക്ക് അധികം സമയം എടുത്തില്ല, പെട്ടെന്ന് കണ്ടു, കാരണം ഇത്ര എഴുതി ചെയ്തു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, വലുതായിട്ടൊന്നും എഴുതിയിട്ടുള്ള ആൻസർ കിട്ടി. ഇതാണ് നമ്മൾ ടൈം എടുത്ത ക്വസ്റ്റ്യൻ. അതിനാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത്, കാരണം ബാക്കി രണ്ടും നമ്മൾ അധികം ടൈം എടുത്തില്ല. മനസ്സിലായോ പറഞ്ഞേ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സമാധാനം കളയാൻ എന്തോ എന്തേലും പറഞ്ഞായിരുന്നോ? അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ഓൾ ക്ലിയർ ആണോ? അങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാവോ? ഓൾ ക്ലിയർ എന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സെറ്റിലോട്ടൂടെ പോവാം. ഇതാണ് അടുത്ത സെറ്റ്. ഇവിടെ ഒരു ബാർ ഗ്രാഫും ഒരു ലൈൻ ഗ്രാഫും തന്നിരിക്കുന്നത്. അപ്പൊ അതും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്. അതൊന്ന് വായിച്ചു നോക്കാം. The bar chart given below ഇത് gives the information about the number of passengers in 100 traveled in 4 airlines: Air India, Indigo, Go Air and SpiceJet during 3 consecutive years. അപ്പൊ ഇയർ അവിടെ തന്നിട്ടുണ്ട് 15, 16, 17. ഇനിയും എയർ ഇന്ത്യ, ഇൻഡിഗോ, ഗോ എയർ, സ്പൈസ് ജെറ്റ്. അപ്പം എയർ ഇന്ത്യയിൽ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് എയർ ഇന്ത്യയിൽ 15-ൽ ട്രാവൽ ചെയ്ത പാസഞ്ചർ ഇൻ 100, അതായത് 480. ഇതാണ് ഇതിന്റെ ഒറിജിനൽ വാല്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഇൻ 100 എന്ന് പറയുമ്പോൾ. അപ്പൊ അതേപോലെ ഇൻഡിഗോ, ഗോ എയർ, സ്പൈസ് ജെറ്റ്, അങ്ങനെ 4 എയർലൈൻ്റെ 3 ഡിഫറെന്റ് ഇയറിൽ ചെയ്തവരുടെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് the line graph given below. Line graph given below gives the information about the number of female travelers over the total number of travelers of the respective airline during 2017. അതായത് ഇതിന്റെ 2017-നെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ട്രാവൽ ചെയ്ത ഫീമെയിലിന്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അതായത് എയർ ഇന്ത്യയിൽ 30%, ഇൻഡിഗോയിൽ 40%, ഗോ എയറിൽ 35%, സ്പൈസ് ജെറ്റിൽ 45%. അപ്പൊ ഇത്രയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും വന്നോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഡ്യൂട്ടി ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിനെ ബേസ് ചെയ്ത് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. വാട്ട് വാസ് ദി റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? Total number of female passengers traveled in Air India and SpiceJet together in the year 2017 to that in Indigo and Go Air together in that year. അപ്പൊ എന്താ? നമ്പർ ഓഫ് ഫീമെയിൽ പാസഞ്ചേഴ്സ്. ഫീമെയിൽ പാസഞ്ചർ രണ്ടും യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും 2017. അപ്പൊ 2017 കൺസിഡർ ചെയ്യാം. 2017 എന്ന് പറയുമ്പോൾ നാണ്ട് ഈ ഹാഷ് കളറാണ്, അല്ലെങ്കിൽ ഗ്രേ കളറാണ്. അതില് എയർ ഇന്ത്യയിലെയും സ്പൈസ് ജെറ്റിലെയും ഫീമെയിലാ കണ്ടുപിടിക്കേണ്ടത്. എയർ ഇന്ത്യയിലെ ടോട്ടൽ നമുക്കറിയാം 460 ആണ്. 460. അതിന്റെ 30% എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തേക്കുന്നത്. പെട്ടെന്ന് ഈ 30% ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? 10% കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് മാറ്റിയാൽ മതി. 460-ന്റെ 10% 46. അപ്പൊ അതിനെ 3 കൊണ്ട് ഗുണിച്ചാല്
3 കൊണ്ട് ഗുണിക്കണേ, 40നെ 3 കൊണ്ട് ഗുണിക്കണം, 6നെ 3 കൊണ്ട് ഗുണിക്കണം. 40ന്റെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 120 വരും. 6നെ ഗുണിച്ചാൽ 18 വരും. അപ്പൊ ഫൈനൽ എത്ര വരും ആൻസർ? 138. 138. അപ്പം 138 ആണ് ആദ്യത്തെ വാല്യൂ. ഇനി സ്പൈസ് ജെറ്റും കണ്ടുപിടിക്കണം. സ്പൈസ് ജെറ്റും 460, പക്ഷെ പെർസെൻറ്റേജ് 45. എത്ര വരും പറയാവോ? 460ന്റെ 45%. 460ന്റെ 50% എത്ര? 230. അപ്പൊ 230 നിന്ന് 5% മൈനസ് ചെയ്താൽ പോരെ? 460ന്റെ 10% 46 അല്ലേ? അപ്പൊ 5% എത്ര? 23. ആ 23 ഇതിൽ നിന്ന് മൈനസ് ചെയ്തോ, എത്ര വരും? 207. യെസ്. അപ്പൊ ആ രണ്ട് നമ്പർ നമുക്ക് കിട്ടിയില്ലേ? 138 പ്ലസ് 207. ഇതാണ് ദാ ഇത്. ഇതുപോലെ ഇത് ഇൻഡിഗോയും ഗോയയും. അത് നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ പറഞ്ഞേ. ഇൻഡിഗോയുടെ നമ്പർ പറ. 780ന്റെ 40%. അതായത് 78 ഇൻറ്റു 4. 70 ഇൻറ്റു 4, 8 ഇൻറ്റു 4. ഇരുന്നൂറ്റെൺപതും 32 എത്ര വരും? 312. ശരിയല്ലേ? സോറി, 312 പ്ലസ് സ്പൈസ് ജെറ്റിന്റെ അല്ല ഗോയർ അല്ലേ, ഗോയറിന്റെ 440ന്റെ 35%. അപ്പൊ 440ന്റെ 10% നമുക്കറിയാം 44. അപ്പൊ 30% എത്ര? ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞു, അപ്പോഴേ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവത്തുള്ളൂ. 440ന്റെ 35% കണ്ടുപിടിക്കണ്ടേ. 440ന്റെ 10% 44. അപ്പൊ 30% എത്ര? 132 അല്ലേ? 132ന്റെ കൂടെ ഇനി 22 കൂടെ ആഡ് ചെയ്യണം, 5%. 154 വരും. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങ് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. 207ഉം 138ഉം എത്ര വരും? 138 7 145 വരും. അപ്പൊ ടോട്ടൽ 345 വരും. ഈസ്റ്റു 312 154, 312 150 466. ഇതായിരിക്കും റേഷ്യോ. 345 466. ഗോട്ട് ഇറ്റ്? അപ്പൊ വിത്തൗട്ട് കാൽക്കുലേഷൻ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം നല്ല രീതിയിൽ ടൈം എടുക്കും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പോലും പറ്റിയെന്ന് വരത്തില്ല, ഇങ്ങനെ മനസ്സിൽ 40% 35%. പക്ഷെ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുക. എവിടെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ വൺസ് നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് കിട്ടിയാൽ ത്രൂ ഔട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പെർസെൻറ്റേജിലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ഒരൊറ്റ സ്പാർക്ക് കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടേ വരത്തുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. നമുക്ക് നോക്കാം പെർസെൻറ്റേജ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ഇപ്പൊ ടൈം എടുത്തോ, പരീക്ഷയ്ക്ക് ടൈം എടുക്കരുത്, അത്രേ ഉള്ളൂ. ഇത് നോക്കുക. ഡ്യൂറിങ് ദ ഇയർ 2017, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ ഇയർ 2017 കാര്യമാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഇൻ എയർ ഇന്ത്യ the number of female passengers was increased by 20% over the previous year, and in the year 2016 the ratio of the number of female passengers traveled in Air India to that in Indigo was 2:3. Then during the year 2016, total how many female passengers had traveled in Air India and Indigo together? അപ്പൊ ആദ്യം 2017 എയർ ഇന്ത്യയുടെ കാര്യം പറയുന്നുണ്ട്. എന്താ? 20% ഇൻക്രീസ് ഇൻ ഫീമെയിൽ പാസഞ്ചേഴ്സ്. ഇനി 2016 എന്തോ പറയുന്നത്? റേഷ്യോ ഓഫ് ഫീമെയിൽ പാസഞ്ചർ. അപ്പൊ അവിടെയും ഫീമെയിലിന്റെ തന്നെ പറയുന്നത്. ഫീമെയിൽ ഇൻ എയർ ഇന്ത്യ ആൻഡ് ഇൻഡിഗോ. അപ്പൊ എയർ ഇന്ത്യ ഈസ് ടു ഇൻഡിഗോ. ഒരു സെക്കൻഡ്, 1 സെക്കൻഡ്.
ഓക്കെ. അപ്പൊ 2016 എന്താ പറഞ്ഞത്? ഫീമെയിൽ പാസഞ്ചർ ഇൻ എയർ ഇന്ത്യ ഈസ് ടു ഇൻഡിഗോ 2:3 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഡേറ്റ. കണ്ടുപിടിക്കേണ്ട എന്താ? 2016 ടോട്ടൽ പാസഞ്ചർ, എയർ ഇന്ത്യ പ്ലസ് ഇൻഡിഗോയിലെ ടോട്ടൽ പാസഞ്ചർ. ഇത് നിങ്ങൾ ചെയ്യണ്ട, ഇത് കണ്ടുപിടിക്കാനുള്ള വഴി എന്നോടൊന്ന് പറയാമോ ആർക്കെങ്കിലും? ഹലോ സാറേ, പറഞ്ഞു. 2017 മൊത്തം 30% ആൾക്കാരാണ് പോയത്. അപ്പൊ 2016 അപേക്ഷിച്ച് നോക്കുമ്പോ 20% ആൾക്കാർ കൂടി. അപ്പൊ 30%ന്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും 6ആണ്. അങ്ങനെയാണെങ്കിൽ 2016 24% ആൾക്കാരാണ് പോയത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇൻക്രീസിങ് പെർസെൻറ്റേജും ഡിക്രീസിങ് പെർസെൻറ്റേജും ഉണ്ട്. 20% കൂടി എന്ന് പറയുമ്പം അത് 20% കുറഞ്ഞതായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പറഞ്ഞേക്കുന്നത് എന്താ? ഫോർ എക്സാമ്പിൾ, ഈ 2016 100 പേരാണ് ട്രാവൽ ചെയ്തതെന്ന് നോക്കുക, ഫീമെയിൽ പാസഞ്ചർ. ഓക്കെ, അസ്യൂം ആണ് കേട്ടോ, 100 എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 2017 120 പേരായിരിക്കല്ലേ? അതല്ലേ 20% ഇൻക്രീസ് ആവുന്നേ? പിടിയിട്ടില്ല. ഞാൻ അസ്യൂം ചെയ്താ 100 ആണെങ്കിൽ 120. ഉദ്ദേശിക്കുന്നത് 120% കൂടിയെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? 120% കൂടിയല്ല, 20% കൂടി. 100 ആയത് 120 ആയി. ഓക്കെ. ഇനിയും 2017 നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എയർ ഇന്ത്യയുടെ. 460ന്റെ 30% അല്ലേ 2017 ഫീമെയിൽ പാസഞ്ചേഴ്സ്? അതെത്രയാ? അപ്പം നമ്പർ പറഞ്ഞു. 460ന്റെ 30%. 138. അപ്പൊ 138 നമ്മുടെ 120ക്ക് കറസ്പോണ്ടിങ് അല്ലേ? 2017 ട്രാവൽ ചെയ്ത ഫീമെയിൽ പാസഞ്ചറിന് അതിന്റെ വാല്യൂ അല്ലേ 138? അപ്പൊ 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പ്രീവിയസ് ഇയറിലെ ഫീമെയിൽ പാസഞ്ചേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ബ്രോക്കൺ ചെയിൻ റൂൾ അറിയാവോ? ഓക്കെ, ബ്രോക്കൺ ചെയിൻ റൂൾ 115. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഞാനിതൊരു ബ്രോക്കൺ ചെയിൻ റൂൾ പറഞ്ഞുതരാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ബ്രോക്കൺ ആയിട്ട് കിടക്കുന്ന വാല്യൂ ഇതാണ്, 138ന് പകരം 100നുള്ള വാല്യൂ. അപ്പൊ അത് 138 റിലേറ്റ് ചെയ്തുള്ള ഒന്നാണ്. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള വാല്യൂ ആയിരിക്കും. ഇനി 120ന് 138 ആണെങ്കിൽ 100ന് 138നെക്കാട്ടി കുറവായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. 100ന് 138നെക്കാട്ടി കുറവായിരിക്കും. അപ്പൊ ഇനിയുള്ള രണ്ട് വാല്യൂവിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചെറിയ വാല്യൂ മുകളിലിടുക, വലിയ വാല്യൂ താഴെ ഇടുക. ഇത്രയേ ഉള്ളൂ ബ്രോക്കൺ ചെയിൻ. അപ്പൊ 100നെയും 120നെയും കൂടെ കട്ട് ചെയ്യാം. 5ഉം 6ഉം ആവില്ലേ? ആവില്ലേ? ഇനിയും 6 × 2 12, 6 × 3 18, 23 × 5 115. ഇത്രയും പിടി കിട്ടിയോ? അതായത് 2016 എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത ഫീമെയിലിനെ നമുക്ക് കിട്ടി. ശരിയല്ലേ? ആർക്കെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ ഇത്? ഏതാ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഏത് ഭാഗമാ മനസ്സിലാവാഞ്ഞേ? ഒന്നുകൂടെ പറയാം ഞാൻ. ഏതായാലും 120% അല്ല ഇൻക്രീസ് ആവുന്നേ. 100 എന്നുള്ള വാല്യൂ 120 ആവുമ്പം 20 കൂടുന്നുള്ളൂ. അപ്പൊ 100നെ സംബന്ധിച്ച് 20 എന്ന് പറഞ്ഞാൽ 20% അല്ലേ? അപ്പൊ 100 എന്നുള്ള വാല്യൂ 20% ഇൻക്രീസ് ചെയ്താണ് 120 ആവുന്നത്.
120% ഇൻക്രീസ് ചെയ്തു എന്നല്ല എടുക്കുന്നത്. ഒരു വാല്യൂ ജസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു. 100 എന്നുള്ളൊരു വാല്യൂ 120 ആവുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതെന്റെ അസംഷൻ വാല്യൂ ആണ്. 2016 100 ഞാൻ ചുമ്മാ ഗസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 2017 120 ആവേണ്ടതാണിത്, 20% ഇൻക്രീസ് ആണെങ്കിൽ. അപ്പം ഇവിടുത്തെ ഒറിജിനൽ വാല്യൂ 2017 ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കാരണം എയർ ഇന്ത്യയുടെ 2017 ടോട്ടൽ പാസഞ്ചേഴ്സും ഉണ്ട്, അതിലെ ഫീമെയിൽ പെർസെൻറ്റേജും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് 2017 138 കൃത്യം വാല്യൂ. അപ്പൊ നമ്മുടെ അസംഷൻ വാല്യൂ കൃത്യം വാല്യൂ, അതിനെ നമ്മൾ റിലേറ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ എടുത്ത 120 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 138 ആണെങ്കിൽ ഞാൻ എടുത്ത 100ന്റെ കറസ്പോണ്ടിങ് വാല്യൂ 115 ആയിരിക്കും. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2016 എയർ ഇന്ത്യയിലെ ഫീമെയിൽ പാസഞ്ചേഴ്സിന്റെ എണ്ണം കിട്ടി. ശരിയല്ലേ? അതായത് എയർ ഇന്ത്യയിലെ ഫീമെയിൽ പാസഞ്ചർ 2 റേഷ്യോയാ. അപ്പൊ ആ 2 റേഷ്യോ ആണ് 115. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് 2 റേഷ്യോ ആണ് 115. കാരണം എയർ ഇന്ത്യയിലെ ഫീമെയിൽ ഈസ് ടു, ഇൻഡിഗോയിലെ ഫീമെയിൽ അല്ലേ 2:3. അതിൽ എയർ ഇന്ത്യയിലെ ഫീമെയിലിനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതാണ് 2 റേഷ്യോ. ഈ 2 റേഷ്യോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ഫീമെയിൽ പാസഞ്ചേഴ്സ് ഹാവ് ട്രാവൽഡ് ഇൻ എയർ ഇന്ത്യ ആൻഡ് ഇൻഡിഗോ. അപ്പൊ 2ഉം 3ഉം 5 റേഷ്യോ. അപ്പൊ 5 റേഷ്യോക്ക് കറസ്പോണ്ടിങ് എത്രയാ? 2ന് 115 ആണെങ്കിൽ 5ന് എത്ര? ഇതുപോലെ ബ്രോക്കൺ ചെയിൻ ഇട്ടാൽ മതി. 115 ഒരു വേരിയേഷൻ 115നേക്കാട്ടി കൂടുതലായിരിക്കും. കൂടുതലാകുമ്പോൾ വലിയ വാല്യൂ മുകളിൽ ഇടുക, ചെറിയ വാല്യൂ താഴെ ഇടുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഷോർട്ട് കട്ട് ഉണ്ട്. 115ന്റെ പകുതി എടുത്ത് പോയിന്റ് മാറ്റിയാൽ മതി. 115ന്റെ പകുതി എത്ര? 57.5. ശരിയല്ലേ? അപ്പൊ 575/2 വരും. ഇനി 575ന്റെ പകുതി എടുക്കുക. 500ന്റെ പകുതി എത്ര? അയ്യോ, എന്നോട് ആൻസർ 250. 250. 75ന്റെ പകുതി എത്ര? 37. അപ്പൊ 250 37 എത്ര? 287.5. 287.5. ഈ വാല്യൂ ഏതാ കിടക്കുന്നത്? ഇതല്ലേ? ആർക്കെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണേ. കാരണം ഇതൊക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസാ. നിങ്ങൾക്ക് ഒരു ഹാർഡ് ലെവൽ DI വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് കുറയരുത്. സർ പറഞ്ഞോ. സർ, ഈ 2016 നമ്മൾ 100 എടുത്തില്ലേ? അത് നമ്മൾ ചുമ്മാ ഒരു വാല്യൂ അസ്യൂം ചെയ്തതല്ലേ? വെറുതെ ഒരു വാല്യൂ ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. ഇപ്പൊ 50 തന്നെ അസ്യൂം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം 100 തന്നെ അസ്യൂം ചെയ്യണമെന്ന് നിർബന്ധമില്ല. 50 അസ്യൂം ചെയ്യാം. 2016 50 ആണെങ്കിൽ 2017 എത്ര? 50ന്റെ 20%, 60. 50 60 അപ്പൊ 60ന് കറസ്പോണ്ടിങ് 138, 50ന് കറസ്പോണ്ടിങ് 138 × 50/60. അത് ചെയ്യുമ്പോഴും 5/6 വന്ന് 115 വരുന്നേ. 115 ആണ് 2 റേഷ്യോ. അതെ എക്സാക്ട്ലി. ഹലോ, അതെ. ക്ലിയർ ആയോ എല്ലാവർക്കും? അത് സാർ പറഞ്ഞ ബ്രോക്കൺ ചെയിൻ റൂൾ തന്നെയല്ലേ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? എക്സാക്ട്ലി. നമുക്ക് അധികം എഴുത്തില്ലാതെ ആ സെയിം സംഭവം ചെയ്യാനായിട്ട് അതൊരു റൂൾ ആക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ സർ. എല്ലാവർക്കും ക്ലിയർ ആയോ ഫൈനൽ ആൻസർ എങ്ങനെയാ വന്നേന്നുള്ളത്? ആരുടെയും ചാറ്റ് കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. എന്തോ ആൻസർ എത്രയായിരുന്നു?
ആൻസർ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 2-ന് 115 ആണെങ്കിൽ 5-ന് എത്രയാണ്? 115 into 5/2, അതായത് 575/2, 287.5 വരും. ഇൻ 100 ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ 28750 എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നോക്കിക്കേ. The total number of passengers traveled in all the given airlines together in the year 2015 was how much less than that in the year 2017? Direct difference കണ്ടുപിടിച്ചാൽ മതി. 2015 നീല സാധനങ്ങളെല്ലാം കൂടെ കൂട്ടുക. ഇനി എന്താ? 2017 ഗ്രേ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടുക, ഡിഫറൻസ് എടുക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. എത്ര വരും? ഓപ്ഷൻ സി. 60,000. അതാ സാർ കിട്ടി. എല്ലാവർക്കും അതാണോ കിട്ടിയേ? ചിലർ ഓപ്ഷൻ ഡി ആണല്ലോ പറയുന്നത്. എന്തെങ്കിലും എറർ പറ്റിയോ? സാർ ഓപ്ഷൻ ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പറ്റിയത്. ഓക്കെ, അപ്പൊ ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി ആർക്കെങ്കിലും അറിയാവോ? എല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിഫറൻസ് എടുക്കാതെ. ഓരോ ഗ്രാഫിലും ഡിഫറൻസ് കണ്ടുപിടിച്ച് പോയാൽ മതി. ഓരോ ഗ്രാഫിലും ഡിഫറൻസ് കണ്ടുപിടിച്ച് പോയാൽ കിട്ടുമോ? എയർ ഇന്ത്യയിൽ -20 വരും, ഇൻഡിഗോയില് 450, അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ച 8 കിട്ടുന്നുണ്ടോ? 800 വരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ, വെറുതെ അത് പറയരുത്. ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മെത്തേഡ് ആണ് എന്ന് ഉറപ്പിക്കുക. ഇത് ഓരോരുത്തർ ഇങ്ങനെ ചെയ്തു നോക്കിയാണ്. എന്തോ ആ മെത്തേഡിലാണ് ചെയ്തത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും കിട്ടിയ ആൻസർ ആണ് കിട്ടുന്നെങ്കിൽ ഓരോന്നിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ദാറ്റ്സ് ദ റൈറ്റ് മെത്തേഡ്. ഇപ്പൊ 480 460 20 ഡിഫറൻസ്. 320 780 എത്ര വരും? 460 വരും ഡിഫറൻസ്. ശരിയല്ലേ? 260 440 എത്ര വരും? 180 വരും ഡിഫറൻസ്. 280 460 എത്ര വരും ഡിഫറൻസ്? അവിടെയും 180 വരും. 180 വരും. അപ്പൊ ടോട്ടൽ 180 പ്ലസ് 460 പ്ലസ് 20 എത്ര വരും? 460 -20 -20. അത് തന്നെ 80 വരുന്നുണ്ടോ? 800 വരുന്നുണ്ടോ? 800. ഈ 2 സീറോ കണക്കാക്കണ്ട, കാരണം ടോട്ടൽ വാല്യൂ നമ്മൾ ഈ ഗ്രാഫ് വെച്ച് എടുക്കുവാണെങ്കിൽ എല്ലാം 100 ആയതുകൊണ്ട് നമ്മൾ പിന്നെ 2 സീറോ കണക്കാക്കിയാൽ മതി. എല്ലാവർക്കും ഡി കിട്ടിയോ? അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് സാർ, കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നോക്കിയേ. What was the ratio of the total number of passengers traveled in Indigo to that in Air India during the given 3 years together? ഇൻഡിഗോയിൽ എല്ലാ വർഷവും ട്രാവൽ ചെയ്തതും എയർ ഇന്ത്യയിൽ എല്ലാ വർഷവും ട്രാവൽ ചെയ്തവരും തമ്മിലുള്ള റേഷ്യോ. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
178:139. ഡി അല്ലേ കിട്ടിയേ? എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇൻഡിഗോയിലെ 3 320, 650, 750 ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏതാ എയർ ഇന്ത്യ ആഡ് ചെയ്യുക, 480, 450, 460. അതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പം 178:139 കിട്ടും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഗുഡ് ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡ്യൂറിംഗ് ദ ഇയർ 2017, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ ഇയർ 2017, out of total number of female passengers, 75% were less than 60 years. Then during that year, total how many female passengers are above 60 years? During the year 2017, out of the total number of female passengers, ഓരോന്നും കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ച വാല്യൂ മറന്നു പോയിട്ടില്ലല്ലോ. 138 മറന്നു പോയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു തവണ നമ്മൾ കണ്ടുപിടിച്ചതാ, എക്സ്ട്രാ ടൈം കളയരുത് അതിനായിട്ട്. 312, 154, 207. അപ്പം ഇതാണ് ടോട്ടൽ ഫീമെയിൽ പാസഞ്ചർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8, 2, 4, 7 ആഡ് ചെയ്യുമ്പോൾ 1 വരും. എക്സ്ട്രാ 2, 8, 11, 5, 811. ശരിയല്ലേ? 811 വരും. അതിന്റെ 75% ആൾക്കാർ 60 വയസ്സിൽ താഴെയാന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60 വയസ്സിന് മേളിലുള്ളവർ ബാക്കി 25% ആയിരിക്കത്തില്ലേ? 25% കറസ്പോണ്ടിങ് റേഷ്യോ 1/4 അല്ലേ? അപ്പോൾ 1/4 ചെയ്താൽ മതി. 4 × 2, 4 × 0, 4 × 2, 0.7 വരത്തില്ലേ? 202 വരെ കിട്ടുമ്പോൾ നമുക്ക് ഇത് കട്ടാവും, ഇത് കട്ടാവും, ഇത് കട്ടാവും, ഇത് കട്ടാവില്ല, ഇതും കട്ടാവില്ല. ഇതിലേതാ നിങ്ങൾ പറഞ്ഞാൽ മതി. 2027 ആണോ വരുന്നത്? ഓപ്ഷൻ ഇ ആ വന്നത്. ഓക്കെ, അതെന്താ 7 വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ, 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 × 2 8, 4 × 0 0. പിന്നെ ഇവിടെ 11 അല്ലേ? അതിൽ 2 വന്നാൽ 8 കഴിഞ്ഞാൽ പിന്നെ 3 ആ. അപ്പൊ 4 × 7 ആണ് 28 വരുന്നത്. അപ്പൊ ഇതായിരിക്കും ആൻസർ. ആ രീതിയിൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഗ്രാഫ് DI വരുന്ന അത്ര വലിയ സംഗതികളൊന്നുമല്ല. എല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിന്റെ കാര്യം വൃത്തിയായിട്ട് മനസ്സിലാവണം. എന്താണ് കൊടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. വൈശാഖ് ഒന്നുകൂടി പറയൂ. എവിടം തൊട്ടാ ഞാൻ പറയണ്ടേ? എല്ലാം കൂടെ ആഡ് ചെയ്ത് 811 വരെ കൊണ്ടുവച്ചോ? അതുവരെ കിട്ടി. ബാക്കി 25% സംഭവം ഒന്നുകൂടെ പറഞ്ഞുതരാം. 811 into 25% എന്ന് പറഞ്ഞാൽ 1/4. അതറിയാവോ? അപ്പൊ 811/1/4 ശരിക്കും പറഞ്ഞാൽ 811/4 ചെയ്താൽ മതി. അപ്പൊ 4 × 2 8. അതറിയാവോ? അങ്ങനെ കട്ട് ചെയ്യാൻ അറിയാവോ? അത് മനസ്സിലായി സർ. ഈ ഫീമെയിൽ പാസഞ്ചേഴ്സ് 75%, അതെങ്ങനെ എടുത്തെന്നാണ് എനിക്ക് മനസ്സിലാവാൻ. ഔട്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ പാസഞ്ചർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ പാസഞ്ചർ അല്ലേ 811? അതെ. അതിന്റെ 75% 60 വയസ്സിൽ താഴെയാണ്. അപ്പൊ 60 വയസ്സിന് മേളിലുള്ളവര് ബാക്കി 25%. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയേ. ഞാനൊന്ന് മൂവ് ചെയ്തു തരാം സ്ലൈഡ്.
അപ്പൊ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ക്ലിയർ സർ. ഓക്കെ. അപ്പൊ ഇനിയും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എക്സാമിന് ചെയ്യുമ്പം ചെയ്യേണ്ട ടിപ്സ് ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ ഇത്രയും നേരം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. എന്താ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടാമത്തെ ചെയ്തു, മൂന്നാമത്തെ ടൈം കൂടുതലാണ് സ്കിപ്പ് ചെയ്തു, നാലാമത്തെ ചെയ്തു, അഞ്ചാമത്തെ ചെയ്തു, പിന്നെ ശേഷം ഇത് ചെയ്യുക. മനസ്സിലായോ? ഒന്നാമത്തെ, നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറി ഇരിക്കുമ്പം ഇത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ വിത്തൗട്ട് സ്ട്രാറ്റജി ആണ് പോകുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓക്കെ. എക്സാം ഹാളിൽ ചെയ്യേണ്ട സ്ട്രാറ്റജിയും കൂടെ ചെയ്താലേ അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, കാൽക്കുലേഷൻ പേപ്പറിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. ഇത് കാൽക്കുലേഷൻ ചെയ്യരുത് പേപ്പറിൽ. കാരണം പേപ്പറിൽ നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് ടൈം വേസ്റ്റാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾ മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക, പേപ്പറിൽ എഴുതുക. മനസ്സിൽ പറയുന്ന ടൈമിനെക്കാട്ടി എത്ര മടങ്ങാണ് നിങ്ങൾ പേപ്പറിൽ എഴുതുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ അത്രയും ടൈം തന്നെ ഓരോ കാര്യത്തിനും നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ കാൽക്കുലേഷൻ മാക്സിമം പേപ്പറിൽ ചെയ്യാണ്ടിരിക്കുക. ഓൺ സ്ക്രീനിൽ തന്നെ ഈ പറഞ്ഞുകൊണ്ട് 40% കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന വാല്യൂസ് മാത്രം വേണമെങ്കിൽ മറന്നു പോകാതൊന്ന് എഴുതിയിടാം, അല്ലാതെ കാൽക്കുലേഷൻ അവിടെ ചെയ്യരുത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യന് ടൈം കളയരുത്. ക്വസ്റ്റ്യന് ടൈം കളയാതെ ഇൻസ്ട്രക്ഷനും ഡേറ്റയ്ക്കും ടൈം കളയും. കാരണം ഇത് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം ഈ ഒരു മനസ്സിലാക്കൽ കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോ ക്വസ്റ്റ്യനിലും വീണ്ടും മേലോട്ട് പോയി ഗ്രാഫ് നോക്കി സമയം കളയാനിരിക്കരുത്. ആ ഗ്രാഫ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ക്വസ്റ്റ്യനും ചെയ്തു തുടങ്ങുക. ഇനി ഇപ്പൊ 2 സെറ്റ് DI ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സെറ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ സെറ്റ് നമുക്ക് കുറച്ചുകൂടെ ടൈം എടുത്തു, കാരണം ഓരോ പെർസെൻറ്റേജിലേക്കും കൺവേർഷൻ നടത്തണം. ഇനി മൂന്നാമത്തെ സെറ്റ് അതിലും ടൈം എടുക്കുമെന്നുണ്ടെങ്കിൽ ഈ 3 ഇതില് ഏതാദ്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വരണം. അത് നിങ്ങൾ പല ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പൈയും ടേബിളൂടെ വരുന്നത്, ഈ ഫീമെയിലിന്റെ പെർസെൻറ്റേജ് വരുന്നത് കാണാൻ എളുപ്പത്തിൽ അറിയാവുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. ഇനി ഫീമെയിൽ അല്ലാണ്ട് ഇപ്പൊ മെയിലും ഫീമെയിലും തരും, എന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ വരുന്നതുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്യുക. അതിന് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ ഏത് കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. അത് എക്സാം ഹാളിലാണ് നിങ്ങൾ അത് പ്രയോഗിക്കേണ്ടത്, വേറെ എങ്ങുമല്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ടൈം എടുത്തോ, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം എത്ര വേണമെങ്കിലും എടുത്തോ. വൺസ് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾ വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഈ കിട്ടുന്നവരുടെ സ്ട്രാറ്റജി നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരുപാട് പാടുള്ള ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എടുത്ത് വെച്ച് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യരുത്. അത് നിങ്ങളെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് യാതൊരു ബെനിഫിറ്റും ഇല്ല. കാരണം ഈവൻ പരീക്ഷയ്ക്ക് ഒരു ഡിഫിക്കൽട്ട് വന്നാൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യത്തേ ഉള്ളൂ. ദാറ്റ് സെയിം കാര്യം നിങ്ങൾ ഇവിടെയും ചെയ്യുക. ഡിഫിക്കൽട്ട് സാധനം എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. സിമ്പിൾ സാധനങ്ങൾ എടുത്ത് മനസ്സിലാക്കി സ്പീഡ് കൂട്ടുക, ബ്രെയിനും കയ്യിലേക്കുള്ള ഒരു സപ്ലൈ കൂട്ടുക, അതൊക്കെയാ ചെയ്യണ്ടേ. അല്ലാതെ ഒരുപാട് ഡിഫിക്കൽട്ട് സാധനം എടുത്ത് സോൾവ് ചെയ്യാൻ അറിയാം, അവന് നല്ല സ്കില്ലുണ്ട്, അവന് സ്കില്ലുണ്ടാവും, പക്ഷെ അവന് പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു DI ചെയ്യാൻ അത്രയും സമയം തന്നെ എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന അതേ ടൈം തന്നെ നിങ്ങൾ അവിടെ എടുക്കും. ഓരോ കാര്യത്തിനും ടൈം എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ 10 മിനിറ്റ് എടുക്കുന്ന അവിടെ 10 മിനിറ്റ് എടുക്കുമെന്നല്ല. ഇവിടെ നിങ്ങൾ കൂടുതൽ ടൈം എടുക്കുന്ന DI അവിടെയും നിങ്ങൾ കൂടുതൽ ടൈം എടുക്കും. അതുകൊണ്ട് ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെറുപറാന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് എക്സാം കിട്ടാനുള്ള വഴി, പ്രിലിമിനറി എക്സാം കിട്ടാനുള്ള വഴി. മെയിൻ എക്സാം കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അല്പസ്വല്പം ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം. പിന്നെ ജനറൽ അവയർനെസ്സിൽ നല്ല സ്കോർ കൊണ്ടുവരണം. ഡെയിലി CA വായിക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്കോർ കൂട്ടാനുള്ള പരിപാടി, റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ മെയിൻ എക്സാം ക്ലിയർ ആവും. അല്ലാതെ ഈ QA റീസണിങ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം ക്ലിയർ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു കൃത്യമായ സ്ട്രാറ്റജിയിൽ എന്താണ് ആ റൈറ്റ് ടൈമിൽ പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു ഫീഡ്ബാക്ക് നിങ്ങൾ ചാറ്റിൽ തരാമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സർ, പ്രിലിംസിന് ഏതാ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? പ്രിലിംസിന് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, തീരെ പൊടി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ അതേ ചെയ്യാവൂ. ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുക? എൻട്രി അല്ലാതെ? എൻട്രിയിൽ അല്ലാണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈ ചാർട്ട് DI ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഗൂഗിളിൽ കയറുക, പൈ ചാർട്ട് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഫോർ പ്രിലിമിനറി എക്സാം. ലോട്ട് ഓഫ് റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനിപ്പോ GK ഉണ്ടാവില്ലല്ലോ? പ്രിലിമിന് ഇപ്പൊ GK ഉണ്ടാവില്ല. ഇല്ല. മെയിൻസിലാണ് GA വരിക.
ഇതിലിപ്പോ മാത്സ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ? റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് പ്രിലിം. ഇംഗ്ലീഷ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് എത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാലും റീഡിങ് ഹാബിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എറർ കണ്ടുപിടിക്കുന്ന പോലുള്ള കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾ ഗ്രാമർ എഴുതി ചേർക്കുവോ അതൊന്നും അല്ല സംഭവം. അപ്പോൾ അവിടെ റീഡിങ് ഹാബിറ്റ് വേണം. ചിലപ്പോൾ 3 വേർഡ്സും അവിടെ ഫിൽ ആവുന്നതായിരിക്കും. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഫിൽ ആവുന്ന വേർഡ് ഏതാന്ന് കണ്ടുപിടിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഓരോ യൂസേജ് ആയിട്ട് വരും. പിന്നെ സ്പെല്ലിംഗ് എറർ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സ്പെല്ലിംഗ് എററൊക്കെയാണ് വരുന്നത്. കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലുള്ള സ്പെല്ലിങ്സ് ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒറിജിനൽ സ്പെല്ലിംഗ് പോലും നമുക്ക് ചിലപ്പം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫുൾഫിൽ എന്നുള്ള വാക്കിൻ്റെത് FUL എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വരെ ഇങ്ങനെ തന്നാലും നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നാലും നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് അതിനകത്ത് വരും. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷ് റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. വായിക്കുക. വേറെ പരിപാടിയൊന്നും അതിനകത്ത് ഇല്ല. അല്ലാതെ നിങ്ങൾ എന്താ പറയുന്നത്, ഗ്രാമർ കുത്തിയിരുന്ന് പഠിക്കുക, ഒന്നും കിട്ടത്തില്ല. സ്കോർ ചെയ്യാനേ പറ്റത്തില്ല ഗ്രാമർ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ. ഇഷ്ടം പോലെ ആർട്ടിക്കിൾസ് എടുത്ത് വായിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആർട്ടിക്കിൾ വായിച്ചു. ഫോർ എക്സാമ്പിൾ ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിച്ചു. നിങ്ങൾക്ക് ഇപ്പം പല കാറ്റഗറിയിലുള്ള ബുക്സ് ആയിരിക്കും ഇഷ്ടം. ഇപ്പം ചിലർക്ക് ഫിക്ഷൻസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഫിക്ഷൻസ് എടുത്ത് വായിക്കുക. ചിലർക്ക് ജേർണൽ ആയിരിക്കും, ചിലർക്ക് സ്പോർട്സ് ജേർണൽ ആയിരിക്കും, ചിലർക്ക് ഇപ്പം ഓട്ടോമേഷൻ അല്ലെ കാറിനെയൊക്കെ റിലേറ്റ് ചെയ്തുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പം അവരവരുടെ ഏരിയയിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് എടുത്ത് പറന്ന് വായിക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, ആ പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പം വലിയ ആളുടെ ഒരു നോവൽ എടുത്ത് വെച്ച് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാനിരുന്ന രണ്ടാമത്തെ ദിവസം ആ ബുക്ക് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. അതൊക്കെ എല്ലാം ഈ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം ചെയ്യുന്ന മണ്ടത്തരം പിടിച്ചൊരു പരിപാടിയാണ്. നോവൽ വായിക്കുക, എഡിറ്റോറിയൽ വായിക്കുക, എന്തെങ്കിലും മനസ്സിലാവും എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിക്കിൾ വായിക്കുക. അതാണ് നമുക്ക് റീഡിംഗ് ഹാബിറ്റ്, ബിഗിന്നർ ആയിട്ടുള്ളവർക്ക് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ വായിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ ദിവസം സ്പോർട്സ് ന്യൂസ് ആയിരുന്നു വായിക്കുന്നത്, സ്പോർട്സ് ആർട്ടിക്കിൾസാണ് വായിക്കുന്നത്. ട്വിറ്ററിൽ കയറിയാൽ മതി, ഇഷ്ടംപോലെ സ്പോർട്സ് ആർട്ടിക്കിൾസ് കിട്ടും. ഇപ്പൊ ക്രിക്കറ്റ് ആണ് ഇഷ്ടമെങ്കിൽ ക്രിക്കറ്റ് കിട്ടും, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ കിട്ടും. ഏത് ഏരിയ ആണെങ്കിലും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് കിട്ടും. ഇംഗ്ലീഷ് ചാറ്റുകൾ ചെയ്യുക, ഇംഗ്ലീഷ് കമന്റ്സ് വായിക്കുക, മെസ്സേജ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലുള്ള ഒരു നമ്മുടെ സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും. അതേ ചെയ്യാവൂ. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ 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 കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴാണ് എക്സാം ക്ലിയർ ആവുന്നത്. ഈ ഒരു ടിപ്പ് മനസ്സിൽ വെച്ചാൽ മതി. അപ്പം വലിയ വലിയ കാര്യങ്ങൾ കാണുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നെ എപ്പോഴെങ്കിലും എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ചെയ്യുക. പഠിക്കുന്ന ടൈമിൽ ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്തു പോവുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതുപോലെ ഡെയിലി ലൈവ് സെഷൻ നമ്മുടെ ഗോൾഡിൽ നടക്കുന്നുണ്ടറിയാലോ. അപ്പോൾ ഗോൾഡിൽ ഇല്ലാത്തവർ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോ. ഡെയിലി ലൈവ് സെഷൻസ് നമ്മളിപ്പോൾ ഗോൾഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗോൾഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ ഡെയിലി ലൈവ് സെഷൻസ് ഇതുപോലെ കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എക്സാമിന് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഈ വരുന്ന SBI ക്ലർക്കോ IBPS RRB ഇപ്പോൾ കേരളത്തിൽ വേക്കൻസി വരുമെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ അതിന് ക്ലിയർ ചെയ്യുക. പിന്നെ അതിനുശേഷം IBPS വിളിക്കും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നല്ലോണം പഠിച്ച് ക്ലിയർ ആവുക. നല്ലൊരു ജോബാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അത് കയറി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഇഷ്ടപ്പെട്ട് ചെയ്യുക, ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇനി ഇൻ കേസ് ബാങ്കിലല്ല വേറെ എവിടെയെങ്കിലും ആണ് കയറുന്നതെങ്കിൽ എപ്പോഴും ഗ്രോത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ നമ്മുടെ മാക്സിമം അവിടെ വർക്ക് ചെയ്യുക. എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആകുക, എക്സ്പെർട്ടൈസ് നേടിയെടുക്കുക. അപ്പം അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ബാങ്ക് കോച്ചിങ് ആണ്. അപ്പോൾ ബാങ്ക് കോച്ചിങ്ങിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുക, ബാങ്ക് ടോപ്പിക്സിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുക. എന്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you, sir. താങ്ക് യു സർ. Thank you. Thank you, sir. Thank you, sir.